ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 5-ൻ്റെ അകത്ത് മെയിൻലി പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇത്ര നേരം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ മീൻസ് ഷാലോ ഫൗണ്ടേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഡീപ്പ് ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് അതിന് കേസ് നമ്മൾ പൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഇനി ഷേപ്പ് ക്രോസ് സെക്ഷന് സിലിണ്ടറിക്കൽ സർക്കുലറൊക്കെ ആയിട്ടുള്ളതാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഭയങ്കര ലെങ്ത്തുള്ള പീസസ് അതിങ്ങനെ മണ്ണിൻ്റെ അകത്തോട്ട് ഡ്രൈവ് ചെയ്യും. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക ഒരു സ്ക്വയർ ഷേപ്പ്, അതിന് സ്പൈൽ ക്യാപ്പ് എന്ന് പറയും. നമ്മൾ ഈ കോളം പ്ലേസ് ചെയ്യാൻ വേണ്ടി ബിൽഡിങ്ങിൻ്റെ കോളം അല്ലെങ്കിൽ ഫുട്ടിംഗ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫുട്ടിങ്ങിൻ്റെ സൈസിലുള്ളൊരു പീസ് നമ്മൾ കാസ്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽഡിംഗ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ള മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ബെയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ പൈൽസ്, പിന്നെ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പൈൽസ് ഇൻ ക്ലേ ആൻഡ് സാൻഡ്. അപ്പം പൈലിൻ്റെ ടൈപ്പും പിന്നെ അതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത് കൂടിയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് മെത്തേഡ്, ഡൈനാമിക് ഫോർമുല ആൻഡ് പൈൽ ലോഡ് ടെസ്റ്റ്. അതായത് 3 രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ 3 രീതി. പിന്നെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷനും ഗ്രൂപ്പ് ആക്ഷൻ ഓഫ് പൈലും. അപ്പോൾ ഒരെണ്ണത്തിന് വരും ഗ്രൂപ്പായിട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ഓക്കെ, പൈൽ ഫൗണ്ടേഷൻ. A pile is a slender structural member made of steel, concrete or wood. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ആദ്യം ലോജിക്ക് പറയാം, മീൻസ് കൺസെപ്റ്റ്സ് പറയാം, പിന്നെ ജസ്റ്റ് തിയറി ആയിട്ട് പോകാം. ഓക്കെ, പൈലെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ, കോൺക്രീറ്റ് ഓർ വുഡ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഈ പൈൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇത്ര നേരം കണ്ട പോലെ റാഫ്റ്റ് മീൻസ് ഐസൊലേറ്റഡ് ഫുഡിങ് ആണെങ്കിലും അതിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു കോൺക്രീറ്റ് മീൻസ് ഒരു സെക്ഷൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ലോഡെല്ലാം വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ് വെക്കുന്നത്. അങ്ങനെ ഒരു പീസ് ഗ്രൗണ്ട് സർഫസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ കാസ്റ്റ് ചെയ്യും. ആ കാസ്റ്റ് ചെയ്യുന്ന പീസിൻ്റെ പേരാണ് പൈൽ ക്യാപ്പ്. ഓക്കെ, പിന്നെ ഈ പൈൽ എന്ന് പറയുന്ന ദൂരം ഇങ്ങനെ മണ്ണിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും. അത് നമ്മളൊന്നെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ ബോർഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ കാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഹാമർ കൊണ്ട് ഇടിച്ചിട്ടാണെങ്കിലും താഴോട്ട് ഇറക്കും. ഇത് 2 രീതിയിലുള്ള മീൻസ് 3 രീതിയിലുള്ളതുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ബെയറിംഗ് പൈൽസ് അല്ലെങ്കിൽ എൻഡ് ബെയറിംഗ് പൈൽസ്. അതായത് ഈ പൈലിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ പൈലിൻ്റെ മുകളിലോട്ടുള്ള ലോഡ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്രൗണ്ട് സർഫസ് അല്ലെങ്കിൽ അടിയിൽ സോയിലാണെങ്കിൽ ആ സോയിലിൻ്റെ അടിയിൽ ഇപ്പം എന്താ പറയുക ഒരു പാറയോ ആ പാറ വരെയൊക്കെ ഒരു മീൻസ് സോയിലിൻ്റെ ഒരു അത്യാവശ്യം ഗ്രൗണ്ട് സർഫസിൽ നിന്ന് അത്യാവശ്യം ഡെപ്തിലൊരു ഹാർഡ് സർഫസ്, ഒരു പാറ അല്ലെങ്കിൽ സ്റ്റോൺ അങ്ങനത്തെ റീജിയൻ ഉണ്ടെങ്കിൽ ആ റീജിയൻ വരെ നമ്മൾ ഈ പൈലിനെ ഇങ്ങനെ താഴോട്ട് ഡ്രൈവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ റീജിയനാണ് ഇതിൻ്റെ മുകളിലുള്ള ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അതാണ് QP എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ബെയറിംഗ് എൻഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് ലൂസ് സോയിലിൻ്റെ കേസിൽ. അതേ സമയത്ത് ഇപ്പോൾ സോയിൽ നല്ല ഡെൻസ് തിക്കായിട്ടുള്ള സോയിലാണെന്ന് ഉണ്ടെങ്കിൽ ഈ സോയിൽ ഇതിൻ്റെ സൈഡിൽ എക്സേർട്ട് ചെയ്യും. ഒരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലുള്ള സോയിൽ കാരണം ഈ പൈലിൻ്റെ മുകളിലൊരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് മുകളിലുള്ള ലോഡ് ഈ സൈഡിലുള്ള സോയിലിൻ്റെ ഫ്രിക്ഷൻ കാരണം റെസിസ്റ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കേസുകളിൽ ഡെൻസ് സോയിലും അടിയിലൊരു കല്ലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലോഡ് താങ്ങാം. അതിനാണ് കമ്പൈൻഡ് പൈൽസ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് പൈൽസിൻ്റെ കേസ് വരുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള ലോഡ് ഈ പറയുന്ന പൈലിൻ്റെ സൈഡിലുള്ള സോയിൽ ഫ്രിക്ഷനായിട്ട് റെസിസ്റ്റ് ചെയ്യും. പിന്നെ താഴെയുള്ള ഹാർഡ് സ്ട്രാറ്റ അല്ലെങ്കിൽ പാറക്കല്ല് അല്ലെങ്കിൽ റോക്ക് സ്ട്രാറ്റ അതിനെ എൻഡ് ബെയറിംഗ് ആയിട്ടും റെസിസ്റ്റ് ചെയ്യും. ഇതാണ് 3 ടൈപ്സ് ഓഫ് പൈൽ. അപ്പോൾ ഇതിൻ്റെ തിയറി പാർട്ട് നോക്കാം. A pile is either driven into soil or formed in situ by excavating a hole and filling it with concrete. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ പൈൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഹാമർ ചെയ്ത് അങ്ങനെ ഇറക്കും. അല്ലെങ്കിൽ ഒരു ബോർ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഈ പൈലിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഹോൾ കിഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കാസ്റ്റ് ചെയ്യും. നമ്മൾ നോർമൽ ബിൽഡിംഗ് കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. Piles are usually driven in groups to provide foundation for structures. അതായത് 1-2 എണ്ണമായിട്ടല്ല, ഒരു 6 എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത്രയും ഗ്രൂപ്പ് ഓഫ് പൈൽസിന് മുകളിൽ നമ്മൾ ഒന്നിച്ചൊരു പൈൽ ക്യാപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മീൻസ് ഈ ലോഡ് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക, അല്ലാതെ 1-2 എണ്ണം വെച്ചിട്ടല്ല ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. Pile groups may be subjected to vertical loads, horizontal loads or combination of vertical and horizontal loads. മനസ്സിലായോ? പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോഡ്സ്. അതാണ് നേരത്തെ പറഞ്ഞത്.
Based on mode of transfer of loads, the piles can be classified into three categories: point bearing or end bearing piles, friction piles, combined end bearing and friction piles. Point bearing piles transmit the load through their bottom tips. Such piles act as columns and transmit the load through a weak material to a firm stratum. അതായത് ഇടയ്ക്കുള്ള വീക്ക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന് താങ്ങാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ കുറച്ച് ഡെപ്തിലോട്ട് പോകണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഫ്രിക്ഷൻ പൈൽസ് ആണെങ്കിൽ ഇപ്പം അടിയിൽ വലിയ സ്ട്രാറ്റ ഇല്ലാത്ത കേസും സോയിൽ സോളിഡും ആണെങ്കിലാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഹാർഡ് സ്ട്രാറ്റ ഉള്ള അത്രയും ദൂരം വരെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു ഫാക്ടറോടെ ഉണ്ട്. The ultimate bearing capacity of a pile, point bearing piles കേസിലാണ് of a pile depends upon the bearing capacity of the rockൻ്റെ സ്ട്രെങ്ത്ത് ഇതിന് കിട്ടത്തുള്ളൂ എന്ന്. The ultimate load carried by the pile is equal to the load carried by the point or bottom end. അതായത് ഈ പൈലിന് താങ്ങാൻ പറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് അടിയിലുള്ള ഹാർഡ് സ്ട്രാറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും തന്നെയാണ്. Point resistance is equal to ultimate bearing capacity of pile. Q is equal to QP. Friction pile കേസിൽ friction piles do not reach the hard stratum. These piles transfer the load through skin friction between the embedded surface of the pile and the surrounding soil. Friction piles are used when hard strata does not exist at a reasonable depth. The ultimate load carried by the pile is equal to the load transferred by the skin friction. അതായത് സ്കിൻ ഫ്രിക്ഷൻ വെച്ചാൽ എത്രയും ലോഡ് താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സ്കിൻ ഫ്രിക്ഷൻ എത്ര റെസിസ്റ്റൻസ് കൊടുക്കുന്നു അതായിരിക്കും അൾട്ടിമേറ്റ് ലോഡ് ഓഫ് ദി പൈൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് സ്ട്രാറ്റ മീൻസ് ഒരു റീസണബിൾ ഡെപ്തിലില്ലെങ്കിൽ നമ്മൾ ഫ്രിക്ഷൻ പൈലായിട്ടായിരിക്കും പൈലിനെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 മീറ്റർ 50 മീറ്റർ ഒക്കെ താഴെയാണെങ്കിൽ അത്രയും ഡെപ്തിലോട്ട് ചെയ്യുന്നതിന് പകരം നമ്മളിതിന് ഫ്രിക്ഷൻ, ഈ സോയിലിൻ്റെ ഫ്രിക്ഷൻ കാരണം തന്നെ എത്രത്തോളം താങ്ങാൻ പറ്റുമോ അത്രയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ഡെപ്തിൽ 10 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്ററിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഹാർഡ് സ്ട്രാറ്റ ഉണ്ടെങ്കിൽ ആ ഡെപ്ത് വരെ നമ്മൾ കുഴിച്ചിട്ട് എൻഡ് ബെയറിംഗ് ആയിട്ട്. ബിക്കോസ് ഫ്രിക്ഷൻ കാരണം അതിന് റെസിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്തായാലും ഒരു ഹാർഡ് റോക്കിന് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കാരണം. കമ്പൈൻഡ് എൻഡ് ബെയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ പൈൽസ് ഇതും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ തിക്ക് സോയിലും പിന്നെ ഈ മറ്റേ റോക്ക് സ്ട്രാറ്റ ചെറിയ ഡെപ്തിൽ അവൈലബിൾ ആകുന്ന കേസുകളിലാണ്. The piles transfer loads by a combination of end bearing at the bottom of the pile and friction. The surface of the pile shaft, and friction along the surface of the pile shaft. The ultimate load carried by the pile is equal to the sum of the load carried by the pile point and the load carried by the skin friction. നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ, ഏതൊരു കമ്പ്യൂട്ടേഷൻ ഇപ്പം ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ്റെ കേസ് പറഞ്ഞതുപോലെ സ്ട്രെസ്സിൻ്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പം ഈ QP എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ അറ്റ് ദിസ് ക്രോസ് സെക്ഷൻ, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു സ്ട്രെസ് ആയിരിക്കും. അപ്പം ഈ സ്ട്രെസ്സ് എൻഡ് ബെയറിങ്ങിൻ്റെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ, ഇപ്പോൾ സർക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ πr² എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും എടുക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന കേസിലാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഈ കേർഡ്, ഇപ്പോൾ ഒരു സർക്കുലർ പൈലാണെങ്കിൽ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ കേർഡ് സർഫസ് ഏരിയ ആയിരിക്കും. അതായത് 2πr ഇൻറ്റു h, ഈ കേർഡ് സർഫസ് ഏരിയ ഇൻറ്റു ബെയറിംഗ് കപ്പാസിറ്റി ഡ്യൂ ടു ഫ്രിക്ഷൻ. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പിന്നെ വരും. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞു പോകുന്നത്. പിന്നെ അസൈൻമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ടിമ്പർ പൈൽസ്, അത് ഈ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അണ്ടർലൈങ് സോയിലിൻ്റെ കണ്ടീഷനും ലോഡിങ് കണ്ടീഷനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടിമ്പർ പൈൽസ്, സ്റ്റീൽ പൈൽസ്, കോൺക്രീറ്റ് പൈൽസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയും. ഇപ്പോൾ കോമ്പോസിറ്റ് പൈൽസ് എന്നൊക്കെ പറയുന്നതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു ഹാഫ് ചിലപ്പോൾ നമ്മൾ സ്റ്റീലും ബാക്കി ഹാഫ് കോൺക്രീറ്റ് ആയിട്ട് ഇടും, അല്ലെങ്കിൽ ഹാഫ് കോൺക്രീറ്റ് ഹാഫ് ടിമ്പർ മീൻസ് വുഡായിട്ടൊക്കെ ഇടും. അതിനാണ് കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് ബേസ്ഡ് ഓൺ ഡ്രിവൺ മെത്തേഡ്. ഒന്ന് തന്നെ ഡ്രിവൺ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് പൈൽസ്, അതായത് ഇപ്പോൾ സ്റ്റീൽ പൈൽസ് ഒക്കെ ആണെങ്കിൽ അത് മണ്ണിലോട്ട് വെച്ചിട്ട് നമ്മൾ ഹാമർ ചെയ്ത് അടിയിലോട്ട് ഇറക്കും. അല്ലെങ്കിൽ ബോർഡ് പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ഹോളിൻ്റെ അകത്തോട്ട് ഇതിനെ ഇറക്കി വെക്കുന്ന പരിപാടിക്കാണ് ബോർഡ് പൈൽസ് എന്ന് പറയാം. Uses of piles. The major uses of piles are to carry vertical compressive load, to resist uplift load and to resist horizontal or inclined loads. അതായത് വെർട്ടിക്കൽ ലോഡ് വരുന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അപ്ലിഫ്റ്റ് ലോഡ് എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം വലിയ ടവേഴ്സ് ഇല്ല, ആൻറ്റിനാസ്, ഇപ്പം എന്താ പറയുക, ഈ ദൂരെ നിന്നൊക്കെ കറണ്ട് കൊണ്ടുവരുന്ന ടൈപ്പ് സാധനം, ഇങ്ങനത്തെ ആൻറ്റിന എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ആൻറ്റിനയുടെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും
എന്താ പറയുക, ഇങ്ങനെ ലോഡ് വരുന്ന സമയത്ത് ഈ സൈഡിൽ മുകളിലോട്ടും വലിക്കും, ടെൻഷനും ആയിരിക്കും, ഈ സൈഡിൽ താഴോട്ടായിരിക്കും. അപ്പം ഈ ഇവിടുത്തെ അപ്ലിഫ്റ്റ് റെസിസ്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യും. അതിനാണ് അപ്ലിഫ്റ്റ് ടു റെസിസ്റ്റ് അപ്ലിഫ്റ്റ്. പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താ പറയുക, റീറ്റെയിനിങ് വോളില്ല, വെള്ളം ഉള്ള റീറ്റെയിനിങ് വോളിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡയറക്ഷനിൽ വെള്ളത്തിൻ്റെ പ്രഷറും വരും, ഈ ഡയറക്ഷനിൽ റീറ്റെയിനിങ് വോളിൻ്റെ വെയിറ്റും വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കോമ്പിനേഷൻ, അതായത് വേർട്ടിക്കലിൻ്റെയും ഹൊറിസോണ്ടലിൻ്റെയും കൂടെ കോമ്പിനേഷൻ താങ്ങാൻ വേണ്ടി ഇൻക്ലൈൻഡ് പൈൽസ് ആയിട്ടും യൂസ് ചെയ്യും. അതാണ് ഈ പറയുന്ന യൂസസ് ഓഫ് പൈൽസിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ നോർമലി വെർട്ടിക്കൽ പൈൽസ് ആർ യൂസ് ടു ക്യാരി വെർട്ടിക്കൽ കംപ്രസീവ് ലോഡ്സ് കമ്മിങ് ഫ്രം സൂപ്പർ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, etc. The piles are used in groups jointly together by pile caps. അതായത് നേരത്തെ പറഞ്ഞാൽ പൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊരു സാധനം കാസ്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ട്രക്ചർ കാസ്റ്റ് ചെയ്യുന്നത്. The load carried by the piles are transferred to the adjacent soil. If the loads coming on the top of the piles are transferred to the tips, such piles are called end-bearing piles. നേരത്തെ പറഞ്ഞ പോലെ അത് അതായത് ഈ പൈലിൻ്റെ ടിപ്പിലോട്ടാണ് ടിപ്പ് ത്രൂ ആണ് ട്രാൻസ്ഫർ ആയി പോകുന്നതെങ്കിൽ അത് എൻഡ് ബെയറിംഗ് ആണ്. ബിക്കോസ് ടിപ്പ് ഒരു സോയിൽ സ്ട്രറ്റത്തെ മുകളിൽ നിൽക്കും, അതുവഴി ട്രാൻസ്ഫർ ആയി പോകുന്നു. However, if the load is transferred to the soil along the length of the pile, such piles are called friction piles. അതായത് ലെങ്ത് വഴി മീൻസ് ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ പറഞ്ഞില്ലേ, ഏരിയ ടിപ്പിലെ മാത്രം ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത് എൻഡ് ബെയറിംഗ് കേസിലും. പക്ഷേ ഫ്രിക്ഷൻ്റെ കേസിൽ ആ ഫുൾ ലെങ്ത്തിലുണ്ടാകുന്ന ഫ്രിക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അലോങ് ദ ലെങ്ത് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. If the course of driving of a pile into granular soil, the soil around the pile gets compacted, such piles are called compaction piles. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പൈല് നമ്മൾ മണ്ണിൻ്റെ അകത്തോട്ട് ഇറക്കുവാന്ന് വെച്ചോ, ആ കേസിൽ ഇപ്പം വരച്ച് കാണിച്ചുതരാം. ഇപ്പോൾ ഇങ്ങനത്തെ മണ്ണിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പൈല് അടിച്ച് കയറ്റാൻ പോയാൽ എന്ത് പറ്റും, നേരത്തെ ഇത്രയും മീൻസ് ഫുള്ള് മണ്ണായിരുന്നു, പക്ഷേ ഇപ്പം അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ വേറെ കളർ ചെയ്യാനാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ വേറെ പൈല് കയറ്റി കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണ് ഇടത്തോട്ട് ഇങ്ങോട്ടും പ്രഷർ കൊടുക്കും. ആ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, നേരത്തെ ഇപ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരുന്ന മണ്ണ് ഈ പൈല് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും, ഒന്നുകൂടെ ഇങ്ങനെ കോമ്പാക്റ്റ് ആവും. അതായത് അതിൻ്റെ സ്ഥലം കൂടെ എടുത്തു കഴിഞ്ഞല്ലേ. അപ്പം മണ്ണ് കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെ ഇരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ മീൻസ് രണ്ട് പൈലും കൂടെ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇതിനിടയ്ക്കുള്ള സ്പേസസ് കുറഞ്ഞിട്ട് കോമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ലൂസായിട്ടിരുന്ന സാധനം ഇങ്ങനെ ആവും. ഓക്കെ, അതാണ് അവർ മറ്റേ കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നതിൻ്റെ സംഭവം. പിന്നെ if the piles are also used to resist uplift force, piles are used for this purpose are called tension piles or uplift piles or anchor piles. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ആ ഒരു ഇലക്ട്രിക്കൽ പോളിൻ്റെ കേസിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതുപോലത്തെ വലിയ വലിയ സ്ട്രക്ചേഴ്സ് പറയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളിടത്ത് നമ്മൾ ഈ പറയുന്ന അപ്ലിഫ്റ്റ് പൈൽസ് യൂസ് ചെയ്യും. പൈൽസ് ആർ യൂസ് ടു റെസിസ്റ്റ് ദ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സ്. അതും ജസ്റ്റ് ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ കേസിലും ഇതുപോലെ അപ്ലിഫ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് മീൻസ് അപ്ലിഫ്റ്റ് ലോഡ്സ് ആർ ഡെവലപ്ഡ് ഡ്യൂ ടു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ഓവർ ടേണിംഗ് മൊമെൻറ്റ്സ്. നേരത്തെ നമ്മൾ പറയുന്ന റീറ്റേണിംഗ് വോളിൻ്റെ കേസിലാണെങ്കിലും ഒരു ഓവർ ടേണിംഗ് മൊമെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. അപ്പം അങ്ങനെ പൊങ്ങിപ്പോകാൻ മീൻസ് ഇങ്ങനെ റീറ്റേണിംഗ് വോൾ ഉണ്ടെന്ന് വെച്ചോ, അത് ഇങ്ങനെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കാൻ പോയാൽ ഈ സൈഡ് പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇത് വെക്കും, ടെൻഷൻ പൈൽ വെക്കും. ബാറ്റർ പൈൽസ് പിന്നെ അടുത്തൊരു ടൈപ്പാണ് ബാറ്റർ പൈൽസ്. ബാറ്റർ പൈൽസ് ആർ നോർമലി യൂസ് ടു റെസിസ്റ്റ് ലാർജ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. അതായത് സൈഡിൽ നിന്നുള്ള ഫോഴ്സ്, ഇപ്പം ഫിഗർ കാണിക്കാനാണെങ്കിൽ അതെ ഇതുപോലത്തെ ഫസ്റ്റ് ഓക്കെ ഫൈൻ. ബാറ്റർ പൈൽസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ള കേസസിൽ ഇങ്ങനെ ബാറ്റർ പൈൽസ് ഇടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും ഏരിയയിലുള്ള മണ്ണും കൂടെ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ ഓവർ ടേണിങ് ഫ്രീ ടേണിങ് വോൾ എന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ റീറ്റേണിംഗ് വോൾ കറങ്ങാൻ പോയാൽ ഈ സൈഡിൽ ടെൻഷൻ അടിക്കുമല്ലോ, ഈ സൈഡിൽ കംപ്രഷനും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് അത് നേരത്തെ അപ്ലിഫ്റ്റ് പൈലിൻ്റെ കാര്യം പറഞ്ഞത്. പോയിന്റ് ബെയറിംഗ്, ഫ്രിക്ഷൻ പൈല്, കോമ്പാക്ഷൻ പൈല് അതൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നില്ല. ലാറ്ററൽ ലോഡഡ് പൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ പൈല് വെച്ചിട്ട് സൈഡിൽ നിന്നുള്ള ലോഡും കൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും.
Laterally loaded piles support horizontal or inclined forces such as foundations of retaining wall, bridges, dams. In the case of lateral loads of large magnitude, they may be more effectively resisted by batter piles. ഹയർ വാല്യൂ ഓഫ് ലാറ്ററൽ ലോഡ്സ് ആണെങ്കിൽ ബാറ്റർ പൈൽസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൂട്ടബിൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. Piles are used to transfer the loads beyond the zone of possible moisture changes in collapsible soils. അതായത് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഈ സോയിലിൻ്റെ പ്രോപ്പർട്ടി മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് വരുന്നതിനേക്കാൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനത്തെ എടുത്ത് ഇപ്പോൾ ഇവിടെ വരെ വാട്ടർ ടേബിളാണെന്ന് വെച്ചോ, അപ്പം ഇത് ഇച്ചിരി ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഈ റേഞ്ചിൻ്റെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൈലിന് അതിലും കൂടുതൽ ഡെപ്തി വെക്കും, സോ ദാറ്റ് അത് കാരണം ഈ ചേഞ്ച് കാരണം പൈലിൻ്റെ കപ്പാസിറ്റിക്ക് ഒന്ന് അഫക്റ്റ് ചെയ്യാത്ത പോലെ. When the plan of the structure is irregular, it would cause non-uniform settlement in a shallow foundation if constructed. If the plan of the structure is irregular, okay, അതായത് ഇപ്പോൾ സ്ട്രക്ചർ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ തേർഡ് മൊഡ്യൂളിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെ വലിയൊരു സ്ട്രക്ചറാണെന്നൊക്കെ വെച്ചോ, അപ്പം അങ്ങനത്തെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും സോയിലിൻ്റെ പ്രോപ്പർട്ടി ഒരു സൈഡും മറ്റേ സൈഡും വെച്ച് നോക്കുമ്പോഴത്തേക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പൈലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സർഫസ് ചേഞ്ചസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, നല്ല ഡെപ്തിലോട്ട് പോകുന്നതുകൊണ്ട് സെറ്റിൽമെൻറ്റൊക്കെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് കുറയ്ക്കാൻ പറ്റും. In the case of expansive soils, piles are used to transfer the load below the active zone. അതായത് ഇപ്പോൾ സോയിൽ വെള്ളം വരുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുക കോൺട്രാക്ട് ചെയ്യുന്ന കേസിലൊക്കെ ആണെങ്കിൽ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ എഫക്റ്റ് നടക്കുന്നതിനേക്കാളും ഡെപ്തിലായിരിക്കും നമ്മൾ ആ റീജിയനായിരിക്കും ആക്റ്റീവ് സോൺ വരുന്നത്, അതിനേക്കാളും താഴോട്ടുള്ള റീജിയനിലായിരിക്കും നമ്മൾ പൈല് കൊടുക്കുക. സെലക്ഷൻ ഓഫ് പൈൽസ്, ലെങ്ത് ഓഫ് പൈൽ, സെലക്ഷൻ ഓഫ് പൈൽസിൻ്റെ ഫാക്ടേഴ്സ്, പൈലിൻ്റെ ലെങ്ത്, അതായത് എത്രത്തോളം ഫ്രിക്ഷൻ താങ്ങാൻ പറ്റും, മീൻസ് ലെങ്ത് കൂടുന്തോറും ഫ്രിക്ഷൻ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുമല്ലേ കേർവ് സർഫസ് ഏരിയ ആയതുകൊണ്ട്. പിന്നെ മറ്റേ ഹാർഡ് സ്റ്റാർട്ടഡ് ഡെപ്ത് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പൈലിൽ ലെങ്ത് കൊടുക്കുക. അപ്പം ലെങ്ത് ഓഫ് ദ പൈൽ എന്ന് പറയുന്നത് മീൻസ് പൈൽ സെലക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്ട്രക്ചർ, അതായത് എത്രത്തോളം ലോഡ് മുകളിലോട്ട് വരുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇപ്പോൾ പറയുന്ന പോലെ വുഡ് കിട്ടാൻ മീൻസ് അല്ലെങ്കിൽ വുഡ് കിട്ടാൻ ചാൻസോ അല്ലെങ്കിൽ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മളെന്തായാലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ, അങ്ങനത്തെ റീജിയണൽ ഫാക്ടേഴ്സ്, അത് വെച്ചിട്ടായിരിക്കും മെറ്റീരിയൽ ഓഫ് ദ പൈൽ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ടൈപ്പ് ഓഫ് ലോഡിങ്, അതുകൊണ്ട് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാറ്ററൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആണോ അതോ അപ്ലിഫ്റ്റ് പൈലാണോ അതോ അങ്ങനത്തെ ടൈപ്പ്, മീൻസ് ഏത് ടൈപ്പ് ഓഫ് പൈൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ കംപ്രഷൻ, ഇതൊക്കെയാണ് അവർ ടൈപ്പ് ഓഫ് ലോഡിങ് ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് കോസിങ് ഡിറ്റോറേഷൻ, അതായത് ഇപ്പം എന്താ പറയുക, സൾഫേറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തൊന്നും നമ്മൾ കോൺക്രീറ്റ് വെക്കത്തില്ല, ബിക്കോസ് കടലിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ സോൾട്സ് കാരണം കോൺക്രീറ്റ് ഡിറ്റോറേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഫാക്ടേഴ്സ്. കോൺക്രീറ്റ് അല്ല, സോറി, സ്റ്റീൽ വെക്കത്തില്ല, സ്റ്റീലിൽ റസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ വെക്കത്തില്ല, മെറ്റൽ വെക്കത്തില്ല, അതിന് പകരം കോൺക്രീറ്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ ചാൻസ്. ഈസ് ഓഫ് മെയിൻ്റനൻസ്, പിന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ടൈപ്സ് ഓഫ് പൈൽ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഇനീഷ്യൽ കോസ്റ്റ്, ലൈഫ് എക്സ്പെൻസി ആൻഡ് ദ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഏതൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എത്ര നാൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ്, അതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം ബിൽഡിംഗ് പണിയുന്ന സമയത്തും അങ്ങനെയൊക്കെ. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, ആസ് യൂഷ്വൽ പൈസ ഇല്ലെങ്കിൽ സാധനം പണിയാൻ പറ്റത്തില്ല. All the above factors have been largely analyzed before deciding up a particular type. പിന്നെ bearing capacity of single pile in sand and clay, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.